കൂട്ടിവരുത്തി എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. തിരുമുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതിവിടുന്ന് പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചാട്ട്. മാനവും മഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. സ്തോത്രം. പ്രാരംഭത്തിൽ നമുക്കൊരു പാട്ടുപാടി അല്പസമയം ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയിൽ തിരുസന്നിധിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെഷനിൽ ശനിയാഴ്ച രാവിലെ പ്രഭാതവേളയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മധ്യേ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജെയിംസ് എബ്രഹാം പാസ്റ്റർ ദൈവത്തിൻ്റെ വചനവുമായി പ്രത്യേക കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ നമ്മുടെ മധ്യേ പങ്കുവെച്ചല്ലോ. സ്തോത്രം. അതെല്ലാം നമുക്ക് അനുഗ്രഹമാക്കി ഇത്രത്തോളം തീർത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രത്യേക നേക്കുവിൻ്റെ ചുമതലയിലായിരിക്കുമ്പോൾ പ്രത്യേകമായ ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ കൃപ പകരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലവും ദൈവദാസൻ വചനവുമായി നമ്മുടെ മധ്യയായിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസ്ഥലായിരിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയം ദൈവദാസന് കൈമാറുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ മന്ത് ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 2ാം ദിനമായി ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്തസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന അസുലഭ സന്ദർഭത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, വിവിധ വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദൈവം
മറുപടി നൽകുമാറാകട്ടെ. നാം നാക്കോഗിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ രീതിയിൽ ദൈവം അത് നടത്തുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. മാറ്റമില്ലാത്ത വചനവുമായി ദൈവസഭയുടെ മുമ്പാകെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനവസരം ഒരുക്കി തന്ന ഈ സഭയുടെ സീനിയർ പാസ്റ്ററായ പാസ്റ്റർ ബെൻസൺ എബ്രഹാമിനെയും അതുപോലെ എൽഡേഴ്സിനെയും എല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നേരിട്ടും ഓൺലൈനിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായി പോവുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനായി ആഗ്രഹിക്കുകയാണ്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ പോവുകയാണ്. ഞാനത് ആ വാക്യം ഒന്നും കൂടെ വായിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മളുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. കർത്താവിൻ്റെ ദാസനായ പത്രോസിൻ്റെ മനോഹരമായ 2-ാമത്തെ ലേഖനത്തിൽ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന വിശദീകരണങ്ങളാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവജനം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ഒരു വിശദീകരണമാണ് 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ പത്രോസ് അപ്പോസ്തലൻ നൽകിത്തരുന്നത്. ഇത് നമ്മൾ 3-ാമത്തെ സെക്ഷനാണ് ഈ വേദഭാഗം തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെക്ഷനുകളിലൊക്കെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നിങ്ങൾ എങ്ങനെ ഉത്സാഹത്തോടെ ജീവിതം കഴിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കി 14-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുവാൻ ആരംഭിച്ചത്. ഇന്നും 14-ാം വാക്യത്തിലെ 2-ാമത്തെ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി ഞാൻ ആ വിഷയത്തെ വളരെ ചുരുക്കം വാചകങ്ങളിൽ നിങ്ങളുമായി പങ്കുവച്ച് ശാന്തമായി വചനം ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മളുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. കൺസിഡർ ദി ലോങ് സഫറിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എസ് സാൽവേഷൻ. നമ്മൾ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ പോകുന്ന 2-ാമത്തെ വിഷയം കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കുകയും. കർത്താവിൻ്റെ മടങ്ങിവരവാണ് 3-ാമത്തെ അധ്യായത്തിലെ വിഷയം എന്ന് ഞാൻ ഓർപ്പിച്ചു. കർത്താവിൻ്റെ മടങ്ങിവരവ് താമസിക്കുന്നു എന്ന് കണ്ട് ആളുകൾക്ക് കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അന്ന് ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവർ ചോദിക്കുവാൻ തുടങ്ങിയ ചോദ്യം അതാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ജനങ്ങൾ ചോദിക്കുവാൻ തുടങ്ങിയ ചോദ്യം അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവരത് പറഞ്ഞിട്ട് അവരത് വാദിക്കുവാൻ തുടങ്ങി. അതിങ്ങനെയാണ്: പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഈ ഭൂമി അതേപോലെ ഇരിക്കുന്നു, ഈ പ്രപഞ്ചത്തിന് ഒരു മാറ്റവുമില്ല, ആകാശം അതുപോലെ ഇരിക്കുന്നു, ഭൂമി അതുപോലെ ഇരിക്കുന്നു, ഇതിന് ഇതുവരെയും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ കർത്താവിൻ്റെ മടങ്ങിവരവിനെ വിശ്വസിക്കുവാൻ കഴിയും? യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് വിശ്വസിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഒരു മാറ്റവും ഇന്നേ വരെ സംഭവിക്കാത്തത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കില്ല എന്ന് വാദിച്ചു കൊണ്ടിരുന്ന ഒരുപാട് പരിഹാസികൾ എഴുന്നേൽക്കുവാൻ ഇടയായി. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോസ്തലൻ അവർക്ക് മറുപടി നൽകുകയാണ്. 5-ാമത്തെ വാക്യം മുതൽ പത്രോസ് നൽകുന്ന മറുപടി: ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും
ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളഞ്ഞു. രണ്ട് കാര്യങ്ങൾ പത്രോസ് മറുപടി പറഞ്ഞു. ഈ ഭൂമി ഉണ്ടായത്, ഈ ആകാശമുണ്ടായത് കർത്താവിൻ്റെ വചനത്താലാണ്. എന്നിട്ട് പത്രോസ് പറയുകയാണ്, എനിക്ക് ഒരു സംശയവുമില്ല, ദൈവത്തിൻ്റെ വചനത്താൽ ഈ ഭൂമി ഉളവായി എങ്കിൽ, ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം ഉളവായെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്താൽ ഈ പ്രപഞ്ചം ഉളവായെങ്കിൽ, അതേ ഭൂമിയെ, അതേ ആകാശത്തെ ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അത് നിങ്ങൾ മറന്നു കളയുകയാണ്. പക്ഷേ എൻ്റെ കർത്താവ് അവൻ്റെ വചനം പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിക്കുമെന്ന് പത്രോസ് ഒന്നാമത് അവരോട് മറുപടി പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ വിഷയം, കർത്താവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. രണ്ടാമത്തെ വിഷയം, കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ധാർമ്മികമായി ആളുകൾക്ക് പരാജയമുണ്ടായി. ആളുകൾ പറഞ്ഞു, എന്തിന് ദൈവത്തെ സേവിക്കണം, എന്തിന് ദൈവത്തെ പിൻപറ്റണം, എന്തിന് ദൈവത്തെ ഭയപ്പെടണം? അങ്ങനെ ഒരു ചോദ്യമാണ് അന്ന് ആളുകളുടെ ഇടയിൽ ഉണ്ടാകുവാനിടയായത്. ഏതാണ്ട് നാം ജീവിക്കുന്ന ഇതേ കാലഘട്ടത്തിലും ജനങ്ങൾ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്. അവർ പറഞ്ഞു, സ്വർഗമില്ല, നരകമില്ല. സ്വർഗവും നരകവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? മനുഷ്യന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൂടെ? ദൈവവും മടങ്ങി വരില്ല, കാഹളം മുഴങ്ങില്ല, ഒരു സ്വർഗമില്ല, ഒരു നരകമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിച്ചപ്പോൾ ഒരു ധാർമ്മിക പരാജയം സമൂഹത്തിൻ്റെ അകത്ത് ഉണ്ടായി. പക്ഷെ പത്രോസ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ധാർമ്മിക പരാജയത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുവാൻ ഇടയാകരുത്. ഒരു ദിവസം കാഹളം മുഴങ്ങും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അത് നിങ്ങൾ മറക്കരുത്. എത്രയും അല്പകാലം കഴിയുമ്പോൾ വരുവാനുള്ളവൻ വരും, യേശു മടങ്ങി വരും. ഈ വചനം അത് സാധൂകരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളത് വളരെ കൃത്യതയോടെ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ജീവിക്കണം എന്നാണ് പത്രോസ് പറയുന്നത്. എന്നിട്ട് പത്രോസ് അതിന് പറയുന്ന ഒരു മറുപടി കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രോസ് പറയുകയാണ് 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അടുത്ത പദം ഇങ്ങനെയാണ്, ആരും നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റിയ ഒരു വാക്യമാണിത്. 3 കാര്യങ്ങൾ പറയണം. 1, കർത്താവിൻ്റെ ദീർഘക്ഷമ. 2, നമ്മുടെ മാനസാന്തരം. 3, നമ്മുടെ രക്ഷ. ഇത് 3ഉം വളരെ ഭംഗിയായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് പത്രോസ് അപ്പോസ്തലൻ ദൈവജനത്തിന് കൈമാറുന്നത്. ഞാൻ ഈ വിഷയത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ വളരെ വിശാലമായി ഞാനിതൊക്കെ നോട്ട് ചെയ്യുവാനിടയായിട്ടുണ്ട്. നമുക്കിന്ന് അതൊന്ന് വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും നമുക്ക് ആ വാക്യത്തിൽ അല്പമായ ചിന്ത ചെലുത്തിയിട്ട് ഞാൻ ആ വിഷയത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് ദ ലോങ് സഫറിങ് ഓഫ് ദ ലോർഡ്? എന്താണ് കർത്താവിൻ്റെ ദീർഘക്ഷമ? പല വാക്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങൾ, സങ്കീർത്തനം 86-ന്റെ 15-ാമത്തെ വാക്യം, സങ്കീർത്തനം 103-ന്റെ 8-ാമത്തെ വാക്യം, റോമാലേഖനം 2-ന്റെ 4-5 വാക്യങ്ങൾ, റോമാലേഖനം 9-ാം അധ്യായം 22-23 വാക്യങ്ങൾ, 1 പത്രോസ് 3-ന്റെ 19-20 വാക്യങ്ങൾ. ഇവിടെയെല്ലാം കർത്താവിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് തിരുവെഴുത്ത് പറയുകയാണ്. എനിക്ക് ആ വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ നമുക്കതിന് സമയമില്ല. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ ആ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യഹോവ അവൻ്റെ മുൻപാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ,
യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, അവൻ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. അവൻ ശ്രദ്ധിക്കണം ആ പദം, അവൻ ആയിരമായിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഭവനത്തിൽ പിന്നീട് വായിക്കണം. വിശദമായി ആ വാക്യങ്ങൾ വായിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്താണ് അതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞാലേ വാക്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കൂ. ഇസ്രായേലിൻ്റെ യാത്രയാണ്. ഇസ്രായേൽ യാത്ര ചെയ്ത് അങ്ങനെ പോരുമ്പോൾ നേതൃത്വത്തിലുള്ള മോശയെ ദൈവം സീനായി പർവ്വതത്തിലേക്ക് വിളിച്ചു. സീനായി പർവ്വതത്തിന്റെ മുകളിൽ യഹോവയായ ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തിന്റെ ദാസനായ മോശ കയറി ചെന്നു. കഴിഞ്ഞ 40 പകൽ 40 രാവുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ മോശ വളരെ താഴ്മയോടെ പ്രാർത്ഥനയോടെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് ഈ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. അവിടെ വെച്ച് ദൈവം നിയമം കൊടുത്തു, പ്രമാണം കൊടുത്തു. ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് കൽപ്പലകയുടെ മേൽ എഴുതി കൊടുത്ത് മോശ ഇങ്ങനെ ഇരിക്കുമ്പോൾ താഴ്വരയിൽ നടക്കുന്ന സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. താഴ്വരയിൽ ജനം മുഴുവൻ അഹരോന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അഹരോനെ, ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വി ഡോണ്ട് ഹാവ് എ ലീഡർ. മോശയ്ക്ക് എന്തു പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്നത് മോശയാണ്, ഞങ്ങളോട് അരുളപ്പാട് പറഞ്ഞു തരുന്നത് മോശയാണ്, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ നിയോഗം നൽകുന്നത് മോശയാണ്, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ നിയോഗം നൽകി തന്ന് ഞങ്ങളെ നടത്തുന്നത് മോശയാണ്. പക്ഷെ ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ, ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. നീ അത് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണം. എങ്ങനെയൊക്കെ ഇത് പറയാൻ തോന്നുന്നു എന്നത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട ഒരു കൂട്ടം ആളുകളാണ്. ചെങ്കടൽ വിഭജിക്കുന്നതും അതിലൂടെ കടന്നു പോകുന്നതും ഇതേ ജനം തന്നെയാണ് എന്ന് നാം അറിയണം. അവർ വന്ന വഴിയിൽ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചത് ഇതേ ജനം തന്നെയാണ്. അവർ കണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇതുവരെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ല എന്നത് സത്യമാണെങ്കിലും അവർ പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് നിന്റെ കൈകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. മോശയെ കാണാനില്ല. അഹരോൻ പറഞ്ഞു, ശരി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊന്നു കൊണ്ടുവരാൻ പറഞ്ഞു. അവരുടെ കാതിൽ നിന്ന് കുണുക്ക് പറിച്ചു. അവരുടെ കയ്യിലെ വെള്ളി കൊണ്ടുവന്നു, പൊന്നു കൊണ്ടുവന്നു, വെള്ളി കൊണ്ടുവന്നു. അവിടെ തീ കൂട്ടി. അഹരോനൊരു മടിയും തോന്നിയില്ല. അവരുടെ കയ്യിൽ നിന്ന് ആ വെള്ളിയും സ്വർണവും ഒക്കെ വാങ്ങിച്ച് ഒരു മടിയും കൂടാതെ അവൻ ആ പൊന്നെടുത്ത് അവൻ്റെ കൈകൾ കൊണ്ടൊരു വാർപ്പുണ്ടാക്കി, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്നിട്ട് അത് തീയിലേക്കിട്ട് വാർത്തെടുത്ത് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ രക്ഷിച്ച ദൈവം ഇതാണ്. എന്നാ അഹരോനെ തെറ്റുപറ്റിയത്? നീയല്ലായിരുന്നു ജനത്തെ തർജ്ജനം ചെയ്യേണ്ടിയിരുന്നത്? അഹരോനെ നീയല്ലായിരുന്നോ ജനത്തെ കറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്? അഹരോനെ നീയല്ലേ ജനത്തോട് കൽപ്പിക്കേണ്ടത്? അഹരോനെ നീയല്ലേ ജനത്തെ നേർവഴിക്ക് നടത്തേണ്ടത്? പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ കൊത്തുളി വന്നു? കാരണം ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ കൊത്തുളി കൊണ്ട് ഈ കാളക്കുട്ടിക്ക് ഒരു ഭാഷ വരുത്തി അവൻ ഉണ്ടാക്കി കൊടുത്തു എന്ന്. അഹരോനായിരുന്നു ജനത്തെ നിയന്ത്രിക്കേണ്ടത്, അഹരോനായിരുന്നു ജനത്തെ നേർവഴിക്ക് നടത്തേണ്ടത്, അഹരോനായിരുന്നു ജനത്തെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്, അഹരോനായിരുന്നു പറയേണ്ടത് ഇത് പാപമാണ്. പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ കൊത്തുളി വന്നു അഹരോനെ? ആരും കാണാതെ ഒളിപ്പിച്ച ഒരു കൊത്തുളി അഹരോന്റെ കയ്യിലുണ്ടായിരുന്നു. അഹരോനെ നിയന്ത്രിച്ച് നടത്തുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ അഹരോൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വിധേയനല്ലെങ്കിൽ ജനത്തെ കെട്ടഴിച്ചു വിടാൻ അഹരോൻ ഒരു മടിയും തോന്നത്തില്ല. അതാണ് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ലോകം മുഴുവൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രക്ഷയെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അറിയാഞ്ഞിട്ടുമല്ല. കെട്ടഴിച്ചു വിടാൻ അഹരോനെ നിനക്ക് എങ്ങനെ തോന്നി? നീ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതല്ലേ? കർത്താവിന് സ്തോത്രം.
വിശദീകരിക്കാൻ അനവധിയുണ്ട്. പക്ഷെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോകട്ടെ. അഹരോൻ കാളക്കുട്ടിയെ വാർത്തെടുത്ത് ജനത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. ജനം അതിൻ്റെ മുമ്പിൽ കളിക്കാൻ തുടങ്ങി, അവർ പാടാൻ തുടങ്ങി, അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, അവർ അതികാലത്ത് എഴുന്നേറ്റ് ഈ കാളക്കുട്ടിയുടെ മുമ്പിൽ അവർ നൃത്തം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി, അവർ പാടാൻ തുടങ്ങി, അവർ തപ്പുകൊട്ടാൻ തുടങ്ങി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് വിട്ടുവെച്ച് കൊണ്ടുവന്ന ദൈവം ഈ കാളക്കുട്ടിയാണ്. അവര് ആ കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. ഞാനിന്ന് രാവിലെ ഒരു പ്രമാണം ദൈവജനത്തിന് കൈമാറട്ടെ. ഞാനല്ലാതെ നിങ്ങൾക്ക് അന്യദൈവം ഉണ്ടാകരുത്. മീതെ സ്വർഗത്തിലെങ്കിലും കീഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ പാതാളത്തെങ്കിലെങ്കിലും നീ കണ്ട ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത്. അത് കൽപ്പനയാണ്, അത് പ്രമാണമാണ്, അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ ജനം കെട്ടഴിഞ്ഞവരായി അതിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണെന്നറിയാമോ? മോശയോട് ദൈവം പറഞ്ഞു, നീ കൊണ്ടുവന്ന ജനം അവർ എൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ വഷളാക്കി. മോശേ, ഞാൻ ആ ജനത്തെ ക്ഷണത്തിൽ സംഹരിച്ചു കളയാൻ പോവുകയാണ്. ഇനി എനിക്ക് ആ ജനത്തെ വേണ്ട. എനിക്ക് ഈ ജനത്തെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ ജനത്തോട് എനിക്ക് ഇടപെടാൻ പറ്റുന്നില്ല. ക്ഷണത്തിൽ ഞാൻ അവരെ സംഹരിക്കുവാൻ പോവുകയാണ്. അത്ഭുതം കണ്ടവരുണ്ട്, അടയാളങ്ങൾ കണ്ടവരുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവരുണ്ട്, മന്ന തിന്നവരുണ്ട്, ചെങ്കടൽ കടന്നവരുണ്ട്. പക്ഷേ അവർ ദൈവത്തെ കൈവിട്ടു പോയപ്പോൾ ദൈവം പറയുന്ന കാര്യം, ഈ ജനത്തെ ഞാൻ ക്ഷണത്തിൽ സംഹരിക്കും. പക്ഷേ ദൈവത്തോട് മോശ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, നീ ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് ഈ മരുഭൂമിയിൽ കൊന്നുകളയാനല്ലല്ലോ. നീ വേണമെങ്കിൽ എന്നെ കൊന്നു, പക്ഷെ ഈ ജനത്തെ കൊല്ലരുത്. മോശ ഇടിവിൽ നിൽക്കുകയാണ്. തല്ല് വാങ്ങിക്കുമ്പോഴും അടി വാങ്ങിക്കൂട്ടുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഈ മോശ ആരെന്ന് ചോദിക്കുമ്പോഴും അവൻ ദൈവത്തിന് മുമ്പിൽ ഇടിവിൽ നിന്ന് പറയുകയാണ്, നീ വേണമെങ്കിൽ എന്നെ കൊന്നു, പക്ഷേ ഈ ജനത്തെ നീ തുടരുതേ, ഈ ജനത്തെ സംഹരിക്കരുതേ. അവരെ അക്കരെ എത്തിക്കാനല്ലേ നീ ഇവരെ വിളിച്ചു കൊണ്ടുവന്നത്. ജീസസ്, ഇതാ കർത്താവിൻ്റെ നിയോഗത്തിൻ്റെ പ്രത്യേകത. മോശയ്ക്കറിയാം, ഞാൻ ഇവിടെ വന്നത് ഈ ജനത്തിൻ്റെ മുമ്പിൽ ഒരു നായകനാകാനല്ല. ഞാൻ ഈ പദവി പ്രതീക്ഷിച്ചതല്ല, ഇത് ഞാൻ സ്വപ്നം കണ്ടതല്ല. പക്ഷേ ദൈവം എനിക്ക് നിയോഗം നൽകി. മരുഭൂമിക്ക് അപ്പുറത്ത് ആടുമേയിച്ചു കൊണ്ടിരുന്നപ്പോൾ കത്തുന്ന മുൾപ്പടർപ്പിൽ എനിക്ക് വെളിപ്പെട്ടു വന്നു. ഇങ്ങനെയൊരു നിയോഗം തന്ന ഈ ദൈവം എനിക്ക് തന്നത് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ എന്നെ നായകനാക്കി നിർത്തി. ഞാൻ ചോദിച്ചതല്ലല്ലോ എൻ്റെ ദൈവമേ, ഈ അഭിഷേകം ഞാൻ ചോദിച്ചതല്ല, ഈ ദൈവകൃപ ഞാൻ ചോദിച്ചതല്ലല്ലോ, ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിച്ചതല്ലല്ലോ, നീ എന്നെ തെരഞ്ഞെടുത്തതല്ലേ. എൻ്റെ ദൈവമേ, ഈ ജനത്തെ നീ സംഹരിക്കരുതേ. കർത്താവിന് സ്തോത്രം. വേണേ എന്നെ കൊന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനതെല്ലാം സ്കിപ്പ് ചെയ്തു പോവുകയാണ്. മോശയെ ദൈവം പർവ്വതത്തിന് മുകളിലേക്ക് വീണ്ടും വിളിച്ചു. പർവ്വതത്തിന് മുകളിലേക്ക് വീണ്ടും വിളിച്ചിട്ട് മോശയോട് ദൈവം പറയുകയാണ്, ദൈവം മോശയുടെ മുമ്പാകെ ഘോഷിച്ചു പറഞ്ഞത് എന്നാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ മോശയുടെ മുമ്പിൽ യഹോവയായ ദൈവം ആരാധനയ്ക്കൊരു വാതായനം തുറന്നിട്ടു. എന്നിട്ട് ദൈവം ഘോഷിക്കുകയാണ്. എന്താണ് ദൈവം ഘോഷിക്കുന്നത്? അതാണ് നമ്മൾ വായിച്ചത്. നിന്റെ ദൈവമായ യഹോവ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, 6-ാമത്തെ വാക്യം. യഹോവ അവൻ്റെ മുമ്പാകെ നടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, അവൻ ദീർഘക്ഷമയും മഹാദയവുമുള്ളവൻ, അവൻ 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവരെ വെറുതെ വിടാതെ, പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്.
ദൈവം ക്ഷമിക്കാൻ തയ്യാറുള്ളവനാണ്. ദൈവം കൃപയുള്ളവനാണ്. ദൈവം കരുണയുള്ളവനാണ്. ഞാനിന്ന് രാവിലെ ഒരു കാര്യം ആവർത്തിച്ച് ദൈവജനത്തോട് പറയട്ടെ. ഒരു വലിയ ന്യായവിധിയുടെ തീവെള്ളം നിന്റെ മേൽ വീഴാതെ നിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാത്തത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണെന്ന് ഇന്ന് രാവിലെ എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ ഇന്ന് രാവിലെ ആയുസ്സോടെ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ വന്നത് എൻ്റെ ദൈവത്തിൻ്റെ ദീർഘക്ഷമ മുഖാന്തരമാണ്. കർത്താവിൻ്റെ സ്തോത്രം. അവൻ ദീർഘക്ഷമയുള്ള ദൈവം, അവൻ ദീർഘക്ഷമയുള്ളവൻ, അവൻ അതിക്രമം ക്ഷമിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്നെയൊക്കെ ഇതുപോലെ നിർത്തുന്നത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്. വേറെ ആരുടെയും കാര്യം പറയണ്ട, എൻ്റെ കാര്യം തന്നെ പറയാം. എന്ത് യോഗ്യതയുണ്ടായിട്ടാ? ഒരിക്കലും പെർഫെക്റ്റ് അല്ലല്ലോ. ഒരുപാട് വീക്ക്നെസ് ഇല്ലേ? എന്തെല്ലാം പരാജയങ്ങളുണ്ട്. ഒരുപാട് പരാജയമുണ്ട്. വാക്കിൽ പരാജയമുണ്ട്, ജീവിതത്തിൽ പരാജയമുണ്ട്. പക്ഷേ അതൊന്നും ഓർക്കാതെ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ദീർഘക്ഷമയുള്ളവനായ ദൈവം അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നിന്നെ ജീവനോടെ കാക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഇന്ന് രാവിലെ സ്തോത്രം പറയണം. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഒന്നും വിശദീകരിക്കാൻ പറ്റുന്നില്ല. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിലെ ആ വാക്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായം 19 മുതലുള്ള വാക്യം. ദീർഘക്ഷമയെക്കുറിച്ച് രണ്ടാമത്തെ ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. നോഹയുടെ കാലത്താണ് സംഭവിക്കുന്നത്. 1 പത്രോസ് 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം, വളരെ ശ്രദ്ധിക്കണം, പണ്ട് നോഹയുടെ കാലത്ത് നോഹ പെട്ടകമൊരുക്കുന്ന സമയം, ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ, പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ, അവിടെ പറഞ്ഞിരിക്കുന്നത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ എത്ര വർഷം കാത്തിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. എത്ര വർഷം കാത്തിരുന്നു പെട്ടകമൊരുക്കാൻ? അല്ലെങ്കിൽ നോഹ എത്ര കാലം പ്രസംഗിച്ചു? എടുത്ത വായിൽ നമ്മൾ എടുത്തു പറയും 120 കൊല്ലം പ്രസംഗിച്ചു എന്ന്. പക്ഷേ ആ അധ്യായം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞിട്ടില്ല. 120 വയസ്സ് പ്രായം, ഞാൻ മനുഷ്യൻ്റെ ആയുസ് 120 ആക്കും എന്ന് പറഞ്ഞു. പക്ഷെ നോഹ 120 വർഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അത് ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചു നോക്കണം. ഞാൻ ആ വിഷയം അവിടെ വിടട്ടെ. ഏതാണ്ട് BC 500-നും 600-നും ഇടയിലാണ് നോഹയുടെ പെട്ടകം പണിയപ്പെടുന്നത്. കൂടി വന്നാൽ 85-100 വർഷങ്ങൾ നോഹ പ്രസംഗിച്ച് കാണും. കണക്കിലേക്ക് പോകുന്നില്ല. നോഹ പ്രസംഗിച്ച കാലം എത്രയുമാകട്ടെ, ഈ കാലഘട്ടം മുഴുവൻ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. ഇത് വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 4-ാം അധ്യായത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക്. എന്തായിരുന്നു നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നോഹയുടെ കാലം പോലെ അങ്ങനെയൊരു കാലം ഈ ഉലകത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര ഭീകരമായ പാപപങ്കുലമായ അധർമ്മം കൊടികുത്തിവാണ് ഒരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. ദൈവം തീരുമാനിച്ചു ഈ ജനത്തെ നശിപ്പിക്കണം. ഒരു മനുഷ്യനെ വിളിച്ചു. തിരുവെഴുത്ത് പറയുന്നു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതിക്രമങ്ങളുടെ മധ്യത്തിലും കൃപ ലഭിച്ച വിശുദ്ധന്മാർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അവൻ്റെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറയണം. നോഹയെ ദൈവം തെരഞ്ഞെടുത്തു. എന്നിട്ട് ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. നോഹ പെട്ടകം പണിയാൻ ആരംഭിച്ചു. നോഹ പെട്ടകം പണിയാൻ ആരംഭിക്കുമ്പോൾ, എത്ര വർഷമാണെങ്കിലും നോഹ പെട്ടകം പണിയുമ്പോൾ ഈ കാലഘട്ടം മുഴുവൻ അതിക്രമത്തിന് ഒരു കുറവുമുണ്ടായില്ല. നോഹ നീതിപ്രസംഗിയാണ്. എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു,
നോഹ നീതി പ്രസംഗിയാണ്. നോഹ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവീൻ, ദൈവത്തിങ്കിലേക്ക് തിരിയുവീൻ, ഒരു ജലപ്രളയം വരുവാൻ പോകുന്നു, ഒരു വലിയ ജലപ്രളയം വരുവാൻ പോകുന്നു, രക്ഷപ്പെടാൻ ഈ പെട്ടകത്തിൽ കയറുവീൻ, ഈ പെട്ടകത്തിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. നോഹ പ്രസംഗിക്കുകയാണ്. ഒരു ഭാഗത്ത് പെട്ടകം പണിയുന്നു, മറുഭാഗത്ത് നോഹ പ്രസംഗിക്കുന്നു. പെട്ടകത്തിലേക്ക് വരുവീൻ, ഈ പെട്ടകത്തിലേക്ക് വരുവീൻ, ഒരു ജലപ്രളയം വരുവാൻ പോകുന്നു, ഈ ലോകം മുഴുവൻ പ്രളയത്താൽ നശിക്കുവാൻ പോകുന്നു, നിങ്ങൾ രക്ഷ പ്രാപിപ്പാൻ പെട്ടകത്തിലേക്ക് വരുവീൻ. നോഹ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കയറാൻ അയൽവക്കക്കാരായിട്ടോ അടുത്തുള്ളവരായിട്ടോ സ്നേഹിതരായിട്ടോ ആരുമുണ്ടായില്ല. ആകെ കയറിയത് 8 പേരാണ്. നോഹ കയറി, നോഹയുടെ ഭാര്യ കയറി. അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഭർത്താവ് കയറിയാൽ ഭാര്യ കയറുമോ എന്നത് പോലും സംശയമാണ്. അതിൻ്റെ കൂടെ നോഹയുടെ മക്കളും കയറി. അതും വലിയ സന്തോഷമുള്ളവാക്കുന്ന കാര്യമാണ്. അവരുടെ ഭാര്യമാരും കയറി. അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. അധികമൊന്നും പെട്ടകത്തിനകത്ത് കയറിയില്ല. അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നോഹ പ്രസംഗിച്ചിട്ടും ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ആകെ കയറിയത് 8 പേരാണ്. മലയാളികളായ നമ്മെപ്പോലെ സുവിശേഷം കേട്ടിട്ടുള്ള ഈ ലോകത്ത് മറ്റാരുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവിൻ്റെ മടങ്ങി വരവിൽ അവൻ്റെ വിളിയിൽ നാം കണ്ടില്ലെങ്കിൽ ദൈവജനമേ ഭയപ്പെടണം. എന്നിട്ട് തിരുവെഴുത്ത് പറയുകയാണ്, ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. അവസരം കിട്ടുമ്പോൾ ഈ പെട്ടകത്തിനകത്ത് വന്നില്ലെങ്കിൽ നീ കയറിയോ ഇല്ലയോ എന്നത് ദൈവത്തിന് വിഷയമല്ല. സമയമാകുമ്പോൾ അവൻ പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കും. നീ കയറിയാലും കൊള്ളാം, കയറിയില്ലെങ്കിലും കൊള്ളാം. സമയമാകുമ്പോൾ എൻ്റെ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കും. രക്ഷ വേണമോ? നീ കൃപയുടെ പെട്ടകത്തിലേക്ക് ഇന്ന് രാവിലെ വന്നേ പറ്റൂ. ഒരേ ഒരു വഴി, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു. എത്ര ദിവസം പ്രസംഗിച്ചതാണെന്ന് അറിയാമോ? ഈ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ നോഹ പ്രസംഗിച്ചു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടെയെല്ലാം ഈ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഈ പെട്ടകം ഒരുക്കപ്പെടുന്നത് വരെ, അവസരം കൊടുക്കുന്നത് വരെ ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ വീഴാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കാൻ സമയമായപ്പോൾ കയറിയവരെ കൊണ്ട് ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ദൈവം ദീർഘക്ഷമയോടെ അതുവരെ കാത്തിരുന്നു. അതുവരെ ഒരാളെയും സംഹരിച്ചില്ല. ഒരാളെയും ദൈവം ന്യായവിധിക്ക് വിധേയമാക്കിയില്ല. എൻ്റെ ദൈവം എത്ര ദീർഘക്ഷമയുള്ളവനാണ്. എൻ്റെ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ്. ഇന്ന് രാവിലെയും ദൈവം പലരെയും മാടി വിളിക്കുകയാണ്, എൻ്റെ പെട്ടകത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ പെട്ടകത്തിൻ്റെ പുറത്താണെങ്കിൽ ഈ ഭൂമിയെ വെന്തുരുക്കുവാൻ പോകുന്നതിന് മുന്നമേ, കാഹളം ധ്വനിക്കുന്നതിന് മുന്നമേ, വിശുദ്ധന്മാർ ഉയർക്കുന്നതിന് മുന്നമേ ഈ പെട്ടകത്തിലേക്ക് വരിക. ഇന്ന് രാവിലെ മാനസാന്തരപ്പെടുക. പെട്ടകത്തിൻ്റെ വാതിൽ അടയുന്നതിന് മുന്നേ ഈ പെട്ടകത്തിന് അകത്തേക്ക് നീയും വരണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി എന്നല്ല, അത് ഏറ്റവും അടുത്തുപോയി. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും അതിനൊക്കെ പരിഹാരമുണ്ടാക്കി കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ പോകുവാൻ നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കണം. നമുക്കറിഞ്ഞുകൂടാ ഇനി ഭൂമിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന്. വിശ്വാസത്യാഗം വളരെയധികം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യനെ കണ്ടുകൂടാത്ത ഒരു കാലഘട്ടം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, അതുപോലെ മഡ് സ്ലൈഡിങ്, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ക്ഷോഭങ്ങൾ. വെളിപ്പാട് 9-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഇവിടെ വെട്ടുക്കിളി വരുന്നു, അതിന് തേളിനുള്ളതുപോലെ നമ്മെ കുത്തി നോവിക്കുവാൻ അധികാരമുള്ളതുപോലെയൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് വരെ കാണാത്തത് നടന്നാലും അത് കാണാൻ നമ്മൾ ഈ ഭൂമിയുടെ മുഖത്തുണ്ടാകരുത്. ഒരുങ്ങിക്കൊള്ളണം പ്രിയപ്പെട്ടവരെ, കർത്താവ് മടങ്ങി വരും.
മഹാപീഡനമൊക്കെ സംഭവിക്കും ഈ ഭൂമിയിൽ, ഒരു സംശയവും വേണ്ട. നമ്മുടെ തിരുവെഴുത്ത് പറഞ്ഞിട്ടുള്ളതെല്ലാം അതുപോലെ സംഭവിക്കും. ഇത് പൊട്ടും, ഇത് തകരും, ഇത് പുക പോലെ പൊങ്ങും. ഇവിടെ പല ആളുകളും എന്തു ചെയ്യണമെന്ന് അറിയാതെ നെട്ടോട്ടമോടും. അതൊക്കെ ശരിയാണ്. പക്ഷെ അത് കാണാൻ നമ്മളാരും ഇവിടെ ഉണ്ടാകരുത്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇവിടെ നിങ്ങൾ കെട്ടിടം പണിയോ, ഇവിടെ നിങ്ങൾ മിഷൻ ട്രിപ്പ് നടത്തുകയോ, നാക്കോക്ക് നടത്തുകയോ, നിങ്ങളിവിടെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഒരു കാര്യം, അക്കരെ പോകണം. കർത്താവിൻ്റെ മടങ്ങി വരവിൽ നമ്മൾ അക്കരെ പോകണം. ആയാറിൻ്റെ തീരത്ത് യേശുനാഥൻ മേഘത്തേരിൽ ഇറങ്ങി വരുമ്പോൾ അവനെ എതിരേൽപ്പാൻ നാം എടുക്കപ്പെടണം. ഇന്ന് ആ പ്രത്യാശ നമ്മുടെ അകത്ത് ഉണ്ടാകട്ടെ. എൻ്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത്, നമുക്ക് ഇന്നേ വരെ ഈ ഒരു ദർശനം നമ്മുടെ അകത്ത് കയറിയിട്ടില്ല. കർത്താവ് ഇന്ന് വരും, ഈ നിമിഷം വരുമെന്നുള്ള ചിന്ത, ഈ ചിന്തയൊന്നും നമ്മുടെ അകത്ത് ഇപ്പോഴും കയറിയിട്ടില്ല. അടുത്ത 100 വർഷത്തേക്ക് കൂടി പ്രൊജക്റ്റൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. പ്രൊജക്റ്റ് വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നല്ല കാര്യമാണ്, നാം ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പക്ഷെ പ്രൊജക്റ്റിനേക്കാൾ ഉപരി കാഹളം ധ്വനിച്ചാൽ നമ്മെ ഇവിടെ കെട്ടിയിടുന്ന ഒരു പാശവും ഇവിടെ ഉണ്ടാകരുത്, ഒരു കയറും നമ്മെ ഇവിടെ കെട്ടിയിടരുത്. സ്തോത്രം. നമ്മൾ ഇവിടം കൊണ്ട് സുഖിച്ച്, ഇവിടെ സന്തോഷിച്ച്, ഇവിടം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാനുള്ളവരല്ല. നമ്മൾ ഇവിടുത്തെ നാട്ടുകാരും അല്ല. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ കേവലം അംബാസിഡേഴ്സ് അഥവാ സ്ട്രേഞ്ചേഴ്സ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. വേദപുസ്തകത്തിൽ അങ്ങനെയല്ലേ പത്രോസൊക്കെ പഠിപ്പിക്കുന്നത്, വി ആർ സ്ട്രേഞ്ചേഴ്സ്. നമ്മളിവിടെ പരദേശികളാണ്. ഇവിടെ നമ്മളെ ആർക്കും വേണ്ട. ഇവിടെ ഉള്ള കാലം നല്ലവണ്ണം ജീവിച്ച് കർത്താവിനൊരു ലൈറ്റായി പ്രകാശമായി മാറിയാൽ നല്ല കാര്യം. നമ്മളുടെ പൗരത്വം ഇവിടെയല്ല സഹോദരങ്ങളെ, അത് സ്വർഗത്തിലാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പോകണം. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. അതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. കർത്താവേ, ഇവിടെ എന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കൊരു സങ്കടവുമില്ല. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സങ്കടപ്പെടേണ്ട. കാഹളം ധ്വനിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് കഴിയണം. അതാകട്ടെ ഇന്ന് രാവിലെയും നമ്മുടെ പ്രാർത്ഥന. ലജ്ജയില്ലാത്തവരായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയണം. ഒരുങ്ങണം എൻ്റെ സഹോദരങ്ങളെ. കർത്താവിൻ്റെ വരവിൽ പോകാൻ തടസ്സമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എൻ്റെ കർത്താവ് പേര് വിളിക്കുമ്പോൾ എൻ്റെ പേരും കാണുമെന്ന് ഉറപ്പായി പറയാൻ കഴിയുമോ എൻ്റെ സഹോദരങ്ങളെ? അങ്ങനെയുള്ള നല്ല ഉറപ്പോടു കൂടി മാത്രമേ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങാവൂ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പൊന്മുഖം കാണും. ഇന്ന് രാവിലെ ഒരു ഒരുക്കത്തിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ മാടി വിളിക്കുകയാണ്, മാനസാന്തരത്തിലേക്ക് വിളിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പറയണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ മുഖം കാണും, ഞാൻ അവൻ്റെ സന്നിധിയിൽ കാണപ്പെടും. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയോടെ ഒരു പാട്ടുപാടി നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുവാൻ പോവുകയാണ്. എനിക്ക് ആ വാക്യങ്ങളെല്ലാം വിശദീകരിക്കാൻ സമയമില്ല. തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും, കാലം ഏറ്റവും ആസന്നമായി. അതെൻ്റെ പ്രത്യാശയാണ്, അതെൻ്റെ ആനന്ദമാണ്. എൻ്റെ പ്രത്യാശയുടെ പ്രദീപം എൻ്റെ കർത്താവിൻ്റെ മടങ്ങിവരവാണ്. പെട്ടകത്തിൻ്റെ വാതിൽ അടയുന്നതിന് മുമ്പേ അതിനകത്ത് കയറുവാൻ ഭാഗ്യം ലഭിച്ചവരെ ആത്മനിറവോടെ നന്ദിയോടെ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പാടണം. എൻ്റെ യേശുവിൻ്റെ പൊന്മുഖം തേജസ്സോടെ ഞാൻ കാണും. അതിനി സമയമധികമില്ല, കാലമധികമില്ല. എല്ലാവരും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും,
കാലമേറ്റം ആസന്നമേ, തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ.
ഹല്ലേലൂയ. ഞങ്ങളുടെ Praise the Lord. കർത്താവ് ഈ പെട്ടകത്തിന്റെ വാതിലടയുന്നതിന് മുമ്പേ അതിനകത്ത് കയറുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരു Amen. പ്രാവശ്യം കൂടെ Hallelujah. ഇന്ന് രാവിലെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പാ, ഒരാൾ പോലും കൈവിട്ട് പോകാതെ, കർത്താവിന്റെ ദീർഘക്ഷമ ഒരു ബലഹീനത എന്ന് വിചാരിക്കാതെ, കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ഞങ്ങളുടെ ജീവിതം കഴിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ദൈവം ഇടയാക്കണം. ഞങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് സൗഖ്യം നൽകണമപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണം. നാഥനെ സ്തോത്രം. ആമേൻ. കടന്നു വരുവാൻ പോകുന്ന നാക്കോവിനായി പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നല്ലൊരു കോൺഫറൻസ് നടക്കുവാൻ ഇടയാകണം. നാഥനെ സ്തോത്രം. ദൈവമേ, നിന്റെ നാമം മാത്രം അതിൽ വരുവാൻ ഇടയാകട്ടപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, അത് ഈ പട്ടണത്തിന് അനുഗ്രഹമായി തീരണം. കടന്നു വരുന്നവർക്ക് അനുഗ്രഹമായി തീരണമപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഒരു അത്ഭുതമായി നാക്കോഗ് അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയെ ഓർത്ത് അടിയൻ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം. 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 ഹല്ലേലൂയ. 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 അപ്പോൾ അടിയങ്ങളുടെ ജീവിതം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. ആമേൻ. 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 അടിയങ്ങൾക്ക് ആർക്കും കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നിത്യത നഷ്ടപ്പെടുവാൻ ഇടയാകരുതപ്പാ. സ്തോത്രം. നിന്റെ വരവിങ്കൽ കർത്താവേ അടിയങ്ങൾ എല്ലാവരും കർത്താവെ കാണുവാൻ ഇടയാകണം. നാഥനെ സ്തോത്രം. ആമേൻ. ദൈവവചനത്തിൽ ജീവിക്കുന്നവരാക്കി നീ അടിയങ്ങളെ തീർക്കണം. കേൾക്കുന്ന വചനം കർത്താവേ സ്തോത്രം. സ്തോത്രം. അടിയങ്ങളുടെ ഹൃദയത്തിൽ 100 മേനി കർത്താവെ വിളയുവാൻ ഇടയാകണമപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഈ പ്രദേശത്ത് കർത്താവേ സ്തോത്രം ഡെൻവെസ്റ്റർസിനായി പ്രാർത്ഥിക്കുന്നപ്പാ. അനേകം ആത്മാക്കളെ അങ്ങ് കൂട്ടിവരുത്തണം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകർക്ക് പ്രകാശമായി മലമേലിരിക്കുന്ന കർത്താവേ പട്ടണം പോലെ, തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ അപ്പാ, ഇത് അനേകർക്ക് കർത്താവേ സ്തോത്രം. 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 സ്തോത്രം പ്രകാശമായി നിൽക്കുവാനിടയാകണമപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവമേ, അനേകരെ ഇരുട്ടിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അപ്പാ ഈ സഭ കർത്താവേ സ്തോത്രം. സ്തോത്രം. സ്തോത്രം ഉപയോഗപ്പെടുത്തണം അപ്പാ. സ്തുതി. ഹല്ലേലൂയ. കർത്താവേ, സഭയിലുള്ള എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ആമേൻ. പിഞ്ചു പൈതങ്ങൾ മുതൽ വാർദ്ധക്യത്തിലായവർ വരെ ആയിരിക്കുന്നവർ വരെ കർത്താവേ സ്തോത്രം. എല്ലാവരും ദൈവിക സമാധാനം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. നാഥനെ സ്തോത്രം. അവരുടെ എല്ലാം ആവശ്യങ്ങളിൽ അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ സ്തോത്രം. ആമേൻ. ദൈവമേ, പഠിക്കുന്ന കുട്ടികൾ കർത്താവേ സ്തോത്രം. 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 യുവജനങ്ങൾ കർത്താവെ ആത്മാവിൽ നിറയുവാൻ ഇടയാകണമപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ നിന്നെ ആരാധിക്കുവാനുള്ള കൃപ അവർക്ക് നൽകി നീ അവരെ മാനിക്കണം. നാഥനെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, നിന്നെ കർത്താവെ സ്തോത്രം. സ്തോത്രം. സ്തോത്രം ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ ആ ആത്മാവിനാലേ അടിയങ്ങളും ഈ ലോകത്തിൽ നിന്ന് ഉയരപ്പെടുകയുള്ളൂ എന്നറിയുവാൻ, എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവെ അടിയങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ കർത്താവെ സ്തോത്രം. സ്തോത്രം. അങ്ങയുടെ ആത്മാവിനെ പ്രാപിക്കണമെന്നുള്ള ബോധ്യം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നൽകിക്കൊണ്ട് കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കരുതലോടെ കർത്താവെ പ്രത്യാശയോടെ അത് പ്രാപിച്ചെടുക്കുവാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമപ്പാ. സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ കർത്താവെ ഒരിക്കലൂടെ താഴ്ത്തുന്നപ്പാ. സ്തോത്രം. ആമേൻ. ഈ ഉപവാസ ദിവസങ്ങളൊക്കെ അനുഗ്രഹമാക്കി പോകുവാൻ മാറ്റി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രമപ്പാ. സ്തോത്രം. 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 ഒരിക്കലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സകലതും അടിയങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. കർത്താവദാസിലൂടെ ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമ്മളാരും കൈവിടപ്പെട്ടു പോകാതെ ദൈവകൃപയിലായിരിക്കാൻ നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം വീഴാതെ വേണം തൻ്റെ മഹിമാസനത്തിൽ നമ്മെ നിർത്തുവാൻ ശക്തനായൊരു കർത്താവിനെ നാം പിൻപറ്റുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനം നമുക്ക് കൈക്കൊള്ളാം. ഹല്ലേലൂയ. തേജസ്സിൽ അവൻ്റെ പൊന്മുഖം ഹല്ലേലൂയ കാണുവാൻ കാലം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഉള്ള ടൈംലി ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ചെയ്യുന്നതൊക്കെ ഹല്ലേലൂയ അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഹല്ലേലൂയ നാം ചെയ്യുന്നതൊന്നും വൃഥാവായി തീരാതെ ഹല്ലേലൂയ സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ടുള്ളതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന പ്രവർത്തികൾക്ക് മറ്റുള്ളവരെ ഒരുക്കുന്ന ഹല്ലേലൂയ ഒരു വലിയ മഹനീയമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കാളക്കുട്ടിയെ ഉണ്ടാക്കുവാനല്ല പിന്നാലെ പോകുവാനല്ല മറ്റ് ഹല്ലേലൂയ ലോകത്തിൻ്റെ മോടികളിൽ ഹല്ലേലൂയ സ്തോത്രം വിരഞ്ഞോടുവാനല്ല
ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വരവെങ്കിൽ കാണപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാനുള്ള ഒരു ആഹ്വാനം ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ നമ്മോട് അറിയിക്കുന്നത്. അത് ഏറ്റെടുത്ത ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഈ ദേശത്ത് നിലകൊള്ളുവാൻ, നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്തൊക്കെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ നിങ്ങളോടും പ്രേയർ നിർവഹിക്കും. പ്രിയ പിതാവിനോട് ചേർന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളങ്ങെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈ മാസത്തെ അവസാനത്തെ ഉപവാസ പ്രാർത്ഥന 3ാമത്തെ സെക്ഷനിൽ അടിയങ്ങളായിരുന്നു. ദൈവത്തിന്റെ മഹാകൃപ ഞങ്ങളോടുകൂടെ ഇരുന്നു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ സഭയായി തിരുസന്നിധിയിലായിരുന്നു. അങ്ങിങ്ങായിരുന്നു കൊണ്ട് ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചും അപേക്ഷിച്ചും കൊണ്ടിരുന്ന ഞങ്ങളുടെ വിഷയങ്ങളിന്മേൽ ദൈവം ഞങ്ങൾക്ക് മറുപടിയായി എഴുന്നള്ളി ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് കർത്താവേ, നന്ദിയോടെ ഞങ്ങളെ ഓരോരുത്തരെയായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. കർത്താവിനെ ദിനംതോറും അങ്ങേ പ്രത്യാശ വെച്ച് ജീവിപ്പാളൊക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തരെയായി വ്യക്തിപരമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് കർത്താവ് ഇന്ന് ശുശ്രൂഷ ഞങ്ങളുടെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുകൊണ്ട് സ്തോത്രം തന്നെ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ മഹാസാന്നിധ്യമുള്ള കർത്താവ് പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ 60, 30, 60, 100 മേനിയായി ഇവിടെ എത്തക്കണം. വിശുദ്ധിയോടെ ഞങ്ങളെ തന്നെ കാത്ത് അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ കൃപ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവങ്ങളിലേക്ക് അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഭയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് ദിനം തോറും നിമിഷം തോറും അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാനുള്ള കൃപ ഞങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ കർത്താവേ. പ്രത്യേക ഈ നാളുകളിൽ ഞങ്ങൾ നാക്കോക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നാഥൻ ആ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ഈ ദേശത്തങ്ങളുടെ നാം ഉയർത്തപ്പെടുവാൻ ഇടയാക്കണമേ. കടന്നു വരുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. വചനം പ്രഘോഷിപ്പാൻ കടന്നു വരവെങ്കിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് താങ്ങിക്കൊള്ളണമേ. അങ്ങനെ എല്ലാ നിലയിലും എൻ്റെ ദൈവത്തിന്റെ നാമം ഈ ദേശത്ത് ഉയരുവാനിടയാക്കണമേ കർത്താവേ. അങ്ങായി ഞങ്ങൾ പാർക്കുന്ന പട്ടണങ്ങളെല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ ദേശങ്ങളിലൊക്കെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്കൊരു വലിയ ആത്മീയ ഉണർവിന് കാരണമാക്കി തീർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. എല്ലാ വിഷയങ്ങളെയും ദൈവങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ട് കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയായി പിന്നെയും സമർപ്പിക്കുന്ന വൈകിട്ടത്തെ ആരാധന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഉത്സാഹത്തോടെ കടന്നു വന്ന് അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയിടുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസം കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ ദൈവസഭയിലെ എല്ലാ കുടുംബങ്ങളോടും ലോകമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ നാൾ വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യാൻ നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നമ്മെ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ.